21-ാം നൂറ്റാണ്ടിന്റെ കാൽനൂറ്റാണ്ട് അവസാനിച്ചിരിക്കുന്നു. 2026 നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നു. ഇനി എത്ര അവശേഷിച്ചിരിക്കുന്നു അറിയാമോ? 2 മണിക്കൂർ മാത്രം. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ 2026 പ്രവേശിക്കും. ഗുഡ് ബൈ 2025. അപ്പൊ 2025 വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആഘോഷങ്ങളുണ്ട്. നമുക്ക് വൈബുകളിലേക്ക് പോണ്ടേ? അതിന് മുന്നേ ഒരു ചോദ്യം നേരത്തെ സുനിഷോട് ചോദിച്ചതാണ്. അരുൺ ചേട്ടന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലേ? ഒരുപാട് റെസൊല്യൂഷൻ ഉണ്ട്. ഞാൻ തന്നെ നല്ലതായതുകൊണ്ട് എല്ലാ മാസവും ഹിമാലയത്തിൽ പോകണം. ഞാൻ 7 8 തവണയൊക്കെ ഹിമാലയത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളാ. അതൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ പോവുക, യാത്ര പോവുക, കണ്ടുവരിക. ഹിമാലയത്തെ പല രീതിയിൽ കാണണമെന്നുള്ളത്. ഹിമാലയം പോയിട്ട് പല പോലും കാണാൻ പറ്റുന്നില്ല. അതാണ് സാഹചര്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കില്ല. ട്രക്കിംഗ് സൈക്ലിംഗും ഒക്കെ തന്നെ ഉള്ളൂ പ്രധാനമായിട്ടും. പക്ഷെ ഇതൊന്നും നടക്കാറില്ല കഴിഞ്ഞ 5-6 വർഷമായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ തള്ളി കഴിഞ്ഞെങ്കിൽ നമുക്ക് രാഹുൽ സുരേഷിലേക്ക് പോകാം അല്ലേ? ഇടുക്കിയിലേക്ക് മലയോര മേഖലയിലെ ആ ഒരു പുതുവർഷം. ഈ ക്രിസ്മസിനും പുതുവർഷത്തിനും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയ ഒരു സ്ഥലമാണ് കേട്ടോ മൂന്നാറും ഇടുക്കിയിലും. മൈനസിലേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞ പോയി. അപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഗുഡ് ഈവനിങ് രാഹുൽ. നല്ല വൈബാണെന്ന് തോന്നുന്നു ഇടുക്കിയിൽ. നല്ല തണുപ്പുണ്ടോ? തീർച്ചയായിട്ടും അരുൺ, തണുപ്പുള്ള മൂന്നാറിലാണ് നമ്മളുള്ളത്. ഏറ്റവും കൂടുതൽ വൈബുള്ള പരിപാടികൾ നടക്കുന്നത് മൂന്നാറിലും വാഗമണ്ണിലുമാണ്. സാധാരണ അറിയാലോ, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം 10 മണിയാകുമ്പോൾ കട പൂട്ടി ഉള്ള കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകളാണ് പൊതുവെ ഇടുക്കിയിലുള്ളത്. അതുകൊണ്ട് മൂന്നാറിലും വാഗമണ്ണിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 നീ പോ, 2026 കയറി വാടാ എന്ന് പറയുന്ന ഒരു വൈബിലേക്ക് നമ്മുടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആടണം, പാടണം, ആടിക്കുഴയണം എന്നാണല്ലോ നമ്മുടെ മണിച്ചേട്ടൻ പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ആടുന്നുണ്ട്, പാടുന്നുണ്ട്, ആടിയും പാടിയും കുഴഞ്ഞവരൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ന്യൂ ഇയർ? അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. പിന്നെ മൂന്നാറിൽ വന്ന ശേഷം എങ്ങനെയുണ്ട്? മൂന്നാറിൽ ക്ലൈമറ്റ് ഒഴികെ ബാക്കിയെല്ലാം അടിപൊളിയാ. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്നാറിൽ മൈനസ് പ്രതീക്ഷിച്ചാണ് ആളുകൾ എത്തുന്നത്. പക്ഷേ മൂന്നാറിലെത്തുമ്പോൾ മൂന്നാറിൽ വന്നപ്പോ ക്ലൈമറ്റ് ഒഴികെ ബാക്കിയെല്ലാം അടിപൊളിയാ. ക്ലൈമറ്റ് ഒഴിച്ച് ബാക്കി എന്നാ ഇരിക്കുന്നു മൂന്നാറ്? ഈ മൂന്നാറിലെ ക്ലൈമറ്റ് മൈനസിൽ നിന്ന് പോസിറ്റീവ് ആയത് ഒരു പ്രശ്നമായോ? മൈനസ് മാറി. കഴിഞ്ഞ ദിവസം മൈനസ് ആയിരുന്നല്ലോ, അതിപ്പോ പോസിറ്റീവ് 1-2 അല്പം കൂടിയിട്ടുണ്ട്. ഇപ്പൊ തണുപ്പ് കുറഞ്ഞോ? തണുപ്പ് അല്പം കുറച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾ ഇങ്ങനെ കൂടുതൽ വന്നതിന്റെ ഒരു കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇത്തവണത്തെ ന്യൂ ഇയർ എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി. എല്ലായിടത്തും നല്ല തിരക്കാ. അരുൺ എന്തായാലും അടിച്ചു പൊളിക്കുകയാണ്, ആടി തിമിർക്കുകയാണ് മൂന്നാർ അരുൺ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് ഒരു കുഞ്ഞു തലയിലൊക്കെ ഇട്ട് എന്തോ അപ്പോൾ